നമ്മളൊന്ന് ചിത്രം എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സിനിമ, സീരിയൽ, നാടക രംഗങ്ങളിലൂടെ നമുക്ക് ഏവർക്കും സുപരിചിതനായ സുരേഷ് ബാബു പെരിഞ്ഞനം. അപ്പോൾ നമുക്ക് സുരേഷ് ഏട്ടനെ നമ്മളൊന്ന് ചിത്രം എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യാം. അപ്പൊ ഇനി സുരേഷ് ഏട്ടന്റെ വിശേഷങ്ങളിലേക്ക് പോവാം അല്ലേ? ചേട്ടൻ ഇപ്പൊ എത്ര കാലങ്ങളായി? ഇപ്പൊ എന്തായാലും കുറെ കാലങ്ങളായിട്ടുണ്ടാവില്ലേ ഈ കലാരംഗത്തേക്ക് വന്നിട്ട്? അപ്പൊ എന്ന് തുടങ്ങിയിട്ടാണ് ഓർമ്മയില് എടുക്കാൻ പറ്റണത്? ഒരു 74-75 തുടക്കം നാടകത്തിലൂടെയാണ് തുടങ്ങിയത്. അവിടുന്ന് പിന്നെ കുറെ അമേച്വർ നാടകങ്ങള്, പ്രൊഫഷണൽ നാടകങ്ങള്. ഏതാ പ്രൊഫഷണൽ നാടകം? കരിമ്പ്രം വിജയന്റെ ട്രൂപ്പിലായിരുന്നു ഞാൻ. പിന്നെ മറ്റുള്ള ട്രൂപ്പുകളിലൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ്. പിന്നീട് അപ്പൊ എങ്ങനെയാണ് ഈ സിനിമ, സീരിയൽ? സിനിമ പിന്നെ ഞാൻ എന്റെ കസിൻ ലിഷോയി ഉണ്ട്, ഇളയമയുടെ മകനാണ്. അപ്പൊ ആള് ഈ ഫീൽഡിലുള്ള നിലയ്ക്ക് ഞാനിങ്ങനെ ലീവിനൊക്കെ വരുമ്പോൾ ചെറിയ ചെറിയ അവസരങ്ങൾ അവൻ മുഖേന എനിക്ക് കിട്ടിയിരുന്നു വരുമ്പോൾ. അപ്പൊ അങ്ങനെ അതിനെ കണ്ടിന്യൂ ചെയ്ത് പോന്നു. പിന്നെ ഞാനൊരു ഇപ്പൊ റിട്ടയർ ചെയ്ത് വന്നിട്ട് 8 വർഷമായി. അപ്പൊ എന്തായിരുന്നു ജോലി? അപ്പൊ ഞാൻ ഇവിടെ ഒരു 38 വർഷം ദുബായിലാണ് വർക്ക് ചെയ്തത്. അവിടെ ഗവൺമെന്റ് സർവീസിലായിരുന്നു. അവിടെ ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്തു. അപ്പൊ അതോടൊപ്പം കലയും കൊണ്ടുപോയിരുന്നു. സീരിയല് ഒക്കെ ചെയ്തിരുന്നു. അവിടെ ജലത്തായൽക്കാർ എന്ന് പറഞ്ഞ സീരിയല്, നാടകങ്ങളൊക്കെ ചെയ്തിരുന്നു. പിന്നെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഒത്തുപോകില്ല. ജോലി കളഞ്ഞ് വരെ ഇതിനു വേണ്ടിയിട്ട് ഗവൺമെന്റ് ജോലി വിട്ടു പോരാൻ വേണ്ടി ശ്രമം നടത്തിയിരുന്നു. കലയ്ക്ക് വേണ്ടിയിട്ട്. ഇല്ല, നമ്മള് സെറ്റ് ആയത് കൊണ്ട് മാത്രം, അല്ലാതെ പൊളിറ്റീഷ്യൻസ് അങ്ങനെ ചെയ്യില്ല. അങ്ങനെ പിന്നെ റിട്ടയർ ചെയ്ത് പോന്നു. അതിനുശേഷം പിന്നെ ഇപ്പൊ സീരിയലുകൾ തുടങ്ങി. കൂടുതലും സീരിയലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഏത് വർക്കാ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന മഴവിൽ മനോരമയില് നാരായണി കഥ എഴുതുന്നു എന്നുള്ള സീരിയലാണ്. അത് ഈ മാസം ടെലികാസ്റ്റ് ആവും. പുതിയ സീരിയലാണ്. ഇതിനു മുൻപ് ചെയ്തതാണ്? ഇതിനു മുമ്പ് സീരിയലുകളുടെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട വേഷം ചെയ്തത് സ്വന്തം സുജാത, നന്ദനം, കൂടത്തായി. സ്വന്തം സുജാതയില് ഏതാ ക്യാരക്ടർ? ഒരു ഫോറിനറായിട്ടുള്ള ഒരു. പിന്നെ സീരിയല് ഒരുപാടുണ്ട്. വർഷങ്ങളായിട്ട് തന്നെ ഞാൻ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ സിനിമയില് അവസരങ്ങള് ഉണ്ടായിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. ഒരു 4 സിനിമ ചെയ്ത് റിലീസായത്. ഏതാണ് സെക്ഷൻ IPC 306, രഞ്ജി പണിക്കരുള്ള ഒരു. പിന്നെ ഒരു ജാതി മനുഷ്യൻ. അതിലൊക്കെ നല്ല റോളായിരുന്നു. ഒന്നില് ഒരു പ്രൊഫസറിന്റെ റോളായിരുന്നു. പിന്നെ നെക്സ്റ്റ് ഒരു നമ്പൂരിയുടെ റോളായിരുന്നു. അപ്പൊ ചെയ്തത് ചെറിയ സിനിമകള് റിലീസായിട്ടുണ്ട്. വലുത് എന്താ പറയാ, കടുവയിലൊക്കെ പൃഥ്വിരാജിന്റെ കൂടെ കോമ്പിനേഷൻ സീന് ജയനാർദ്ദൻ സാറൊക്കെ പോയിട്ട് ഒരുമിച്ച് ചെയ്തതാണ്. പക്ഷെ പടം വന്നപ്പോ ഞാനില്ല. അത് സിനിമയുടെ ഒരു ഭാഗം തന്നെയാണ്. നമ്മളൊക്കെ നേരത്തെ തന്നെയല്ല, നമ്മളൊന്നും വലിയ അതെ. അപ്പൊ ഒരു എസ്റ്റാബ്ലിഷ് ആയിട്ടില്ല. അപ്പൊ അങ്ങനത്തെ ഒരു ഇതല്ല. അപ്പൊ പിന്നെ അതുമല്ല, ഇപ്പൊ ഈ വലിയ സിനിമകൾ എന്ന് പറഞ്ഞാൽ അവർ കൂടുതലും എടുക്കുക, 4 മണിക്കൂറൊക്കെ എടുക്കുക. എന്നിട്ട് എഡിറ്റ് ചെയ്ത് 2-2.25 വെക്കുമ്പോ ഞാനൊക്കെ അങ്ങനെയാണ് എഡിറ്റിങ്ങിലൂടെ പോയത്. അപ്പൊ അങ്ങനെ പോയിട്ടുള്ള പല സിനിമകളും ഉണ്ട്. പിന്നെ എന്ന് കരുതി നമ്മള് പിന്നെ എനിക്ക് മുമ്പ് യാത്ര ചെയ്ത ഒരുപാട് പേര്, പഴയ ആൾക്കാരൊക്കെ പറയുന്നുണ്ട്, ആ പോണേന്റെ കാലം, ആ പോണേന്റെ. അപ്പൊ ഇതൊക്കെ നമുക്ക് ഒരു അറിവുണ്ട് അങ്ങനത്തെ ഒരു ഇതിൽ. അതുകൊണ്ട് വിഷമങ്ങളില്ല. നമ്മൾ ചെയ്തു, അതിനുള്ള എഫർട്ട് എടുത്തു. എവിടെങ്കിലും ഇനി എന്റെ ഒരു നല്ല വാതിൽ തുറക്കുന്ന പ്രതീക്ഷ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ ചേട്ടൻ എങ്ങനെയാണ് ഈ കലാരംഗത്തേക്ക് വന്നത്? കലാരംഗത്തേക്ക് വന്നത് അത് പറയുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇപ്പോ മാം എന്നെ ഇന്റർവ്യൂ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ, എന്നെ ഈ സീറ്റിലേക്ക് അല്ലെങ്കിൽ ഇതേപോലെയുള്ള വേദികളിലേക്ക് എനിക്ക് ഇരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്ന എൻ്റെ ഗുരുക്കന്മാരുണ്ട്. അവരെ ഞാൻ ഇവിടെ സ്മരിക്കുകയാണ്. അവരെ പ്രണാമം. അത് ഒരുപാട് പേരുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് എടുത്തു പറയേണ്ട കരിമ്പ്രം വിജയൻ, അതേപോലെ തന്നെ CP ബാബു, അങ്ങനെ ഒരുപാട് പേര് നമ്മൾ വിട്ടുപോയവരുണ്ട്. അവരെ ഞാൻ ഈ സമയം ഞാൻ സ്മരിക്കുകയാണ്. തീർച്ചയായും വേണം. പിന്നെ ഇതിൽ വന്നത് എന്ന് വെച്ചാൽ 74-75 ഞാൻ തുടങ്ങിയിട്ടുള്ളത്. നാടകത്തിലൂടെയാണ് തുടങ്ങിയത്. എൻ്റെ കസിൻ ലിഷോയ് അവര് ഒരുമിച്ച് ഞങ്ങള് അമ്പല സ്റ്റേജ് ആദ്യം ചെയ്തത്. ഇവിടെ അടുത്തുള്ള ക്ഷേത്രങ്ങൾ അമേച്ചർ ട്രൂപ്പ്. അന്ന് ഞാൻ പെണ്ണായിട്ടാണ് അഭിനയിച്ചത്, സ്ത്രീ കഥാപാത്രമായിട്ട് അഭിനയിച്ചിരുന്നു.
2.5 മണിക്കൂറിന്റെ നാടകമാണ് അന്നൊക്കെ. അന്നൊക്കെ ഈ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ എടുത്താ തലയിൽ വെക്കാൻ പറ്റാത്ത ഭാരമാണ് അത്. അങ്ങനത്തെ നാടകം ചെയ്തു. പിന്നെ റോമിയോ ജൂലിയറ്റ്, ഒഥല്ലോ ഇതൊക്കെ ചെയ്ത് അതിന് ഡിസ്ട്രിക്റ്റിനൊക്കെ പോയി ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് തുടക്കം ഉണ്ടായിട്ടുള്ളത്. അവിടെ നിന്ന് പിന്നെ കുറെ അമേച്ചർ നാടകങ്ങൾ, അഷ്റഫ് പെരിഞ്ഞനം, CP സതീഷ് ബാബു, അമ്പിളി തിയേറ്റേഴ്സ് ഉണ്ടായിരുന്നു. അതും അവരും എന്നെ കൈപിടിച്ച് കയറ്റിയിട്ടുണ്ട്. കാരണം അവരുടെ പ്രായം എന്റെയും തമ്മിൽ അജയചന്ദ്ര വ്യത്യാസമുണ്ട്. അപ്പൊ ഞാൻ ജൂനിയർ. അതെനിക്ക് നല്ല കഥാപാത്രങ്ങൾ, സൂര്യാഘാതം, CL ജോസിന്റെ അതിലൊക്കെ അന്ന് എനിക്ക് 16 വയസ്സുള്ളെങ്കിലും 67 വയസ്സ് 80 വയസ്സ് അങ്ങനത്തെ ഒരു റേഞ്ചിലുള്ള ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോ അങ്ങനെ കുറെ ഇവിടെയുള്ള നാടകങ്ങളൊക്കെ ചെയ്ത് പിന്നെയാണ് ഞാൻ ഗൾഫിലേക്ക് പോയത്. പിന്നെ വിജയന്റെ നാടകത്തിലും ചെയ്തിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് നാടകങ്ങളൊക്കെ ചെയ്തിരുന്നു. ഗൾഫിൽ ചെന്നിട്ട് അവതരിപ്പിച്ചിരുന്നു. പിന്നീട് സീരിയലുകൾ ഗൾഫിൽ ചെന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ മോഹം മനസ്സിൽ കിടന്ന് പിടക്കായിരുന്നു. ഞാനിവിടെ എന്തെങ്കിലും ഒന്നാവണം, വിടണം എന്നുള്ള ഒരു ഇതില്. പിന്നെ എന്താ പറയാ, സമയം എത്തി ഇവിടെ. അങ്ങനെ 8 വർഷമായി ഞാൻ ഇവിടെ വന്നിട്ട്. പിന്നെ ഇതിനു വേണ്ടി അശ്രാന്ത പരിശ്രമം അത് അങ്ങനെ ചെയ്തുകൊണ്ട് ഇന്ന് ഇതുവരെയും വരെ എത്തി നിൽക്കുകയാണ് ഞാൻ. സ്കൂളിൽ പഠിക്കുമ്പോൾ ഉണ്ട്. 7ാം ക്ലാസ് മുതലാണ് തുടങ്ങിയിട്ടുള്ളത്. അവിടെ നിന്ന് പിന്നെ 10ൽ എത്തി. ചെറിയ ചെറിയ നാടകങ്ങൾ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ല, 2 മണിക്കൂറിൻ്റെ ഒരു നാടകം പുല്ലാനി അമ്പലത്തിൽ കളിച്ചത് എൻ്റെ കസിൻ ലിഷോയൊക്കെ ആയിട്ട്. അങ്ങനെയാണത്. സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. അന്ന് ലോലിത ടീച്ചർ ഉണ്ടായിരുന്നു, നല്ല. അതേമാതിരി ഭാഗ്യരത്നം എന്ന് പറഞ്ഞ ടീച്ചറൊക്കെ നല്ല സപ്പോർട്ടിങ് ആയിരുന്നു. അങ്ങനെ അത് RMHS പെരിഞ്ഞനം. അവിടെയാണ് റോമിയോ ജൂലിയറ്റ് നാടകം കളിച്ച് ഡിസ്ട്രിക്റ്റിന് പോയിട്ട് ഫസ്റ്റ് പ്രൈസ് ഒക്കെ കിട്ടിയത്. ഇപ്പൊ കലാരംഗത്ത് വന്നു, ഇഷ്ടപ്പെട്ട കുറച്ചെങ്കിലും വേഷങ്ങൾ ചെയ്തിട്ടുണ്ടാവും. നാടകത്തിലായാലും സീരിയലായാലും ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇനി ഏറ്റവും കൂടുതലായിട്ട് വലിയ ആഗ്രഹിച്ച് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വേഷം എന്താണ്? അങ്ങനെ ഒരു ആഗ്രഹം ഇല്ല എനിക്ക്. കാരണം എന്ത് കിട്ടുന്നോ അത് നല്ല തൃപ്തിയോടുകൂടി ചെയ്യണം എന്നുള്ളതാണ്. അതാണ്. അല്ലാതെ ഇന്ന ഇത് വേണം, ഇന്ന ക്യാരക്ടർ വേണമെന്നില്ല. ഏത് ക്യാരക്ടറും ഞാൻ ചെയ്യും. അതാണ്. അതിനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പൊ ആ രീതിയിൽ നമുക്ക് കിട്ടുന്ന കഥാപാത്രങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ തന്നെ ഞാനിപ്പോ എൻ്റെ ഈ ഫിഗർ തന്നെ അത് സത്യത്തില് എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇതെന്താ മാറ്റാത്തെന്ന്. ഞാൻ റെഡിന് മാറ്റാൻ. പക്ഷെ നമ്മൾ ഒരേ വർക്കിന് പോകുമ്പോഴും അവർക്ക് ഇഷ്ടമാണിത്. അപ്പൊ അതുകൊണ്ട് മാറ്റാതെ നിൽക്കുന്നു. ഇപ്പോഴത്തെ ഈ ഹെയർ സ്റ്റൈൽ വേറെ കാര്യം കൂടി ഉണ്ട്, വേറെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് വെക്കുകയാണ്. നേരത്തെ ഞാൻ ചോദിച്ചു, സിനിമയിൽ അഭിനയിക്കുമ്പോൾ എന്തെങ്കിലും ഇന്ന ക്യാരക്ടർ വേണം എന്നൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പൊ ഇല്ല, ഏത് ക്യാരക്ടർ ആയാലും ചെയ്യൂന്ന് പറഞ്ഞു. എങ്കിലും ഒരു നടൻ എന്ന നിലയിൽ നമുക്കൊരു ആഗ്രഹം ഉണ്ടല്ലോ, എനിക്ക് ഇന്ന രീതിയിൽ ഒരു കഥാപാത്രം ചെയ്യണം എന്ന്. അത് ശരിയാണ്. അങ്ങനത്തെ ചില റോളുകൾ കാണുമ്പോൾ എനിക്ക് കൂടുതലും സെന്റിമെന്റൽ സീൻസ് അതാണ് കൂടുതൽ ഇഷ്ടം. അത് ചെയ്യാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ടുള്ള. അപ്പൊ അത് ഈ അടുത്ത് ഞാൻ വയൽക്കിളി എന്ന് പറഞ്ഞ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ആരും കൂടുതൽ കാണുന്നില്ല. കേരള വിഷനിലാണ് ഉണ്ടായത്. അതിലേക്ക് നല്ല കഥാപാത്രമായിരുന്നു. അത് വേറെ ഏഷ്യാനെറ്റോ മറ്റുള്ള ചാനലുകളാണെങ്കിൽ പോപ്പുലർ ആവും. കാണാനാണില്ല. അത് ഇപ്പൊ ഇവിടെ തന്നെ നമുക്ക് കിട്ടിയിരുന്നില്ല. അപ്പോ അങ്ങനത്തെ സീൻസ് ഇപ്പൊ ഇന്ദ്രൻസ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ എനിക്ക് നമുക്കും ഇത് ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ അതേപോലെ വേഷങ്ങൾ ചെയ്യണം. അത് കറക്റ്റ് തന്നെയാണ്. അപ്പൊ ഇനി കിട്ടുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു വേഷം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടല്ലേ? അങ്ങനത്തെ വേഷം ചെയ്യണം, ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലുള്ള. തീർച്ചയായിട്ടും അത് എനിക്ക് ആഗ്രഹമുണ്ട്, അങ്ങനത്തെ ഒരു വേഷം കിട്ടും. അപ്പൊ എനിക്കിപ്പോ ഏകദേശം ഇന്നലെ ഒരു കോള് ഏഷ്യാനെറ്റിന് വന്നിട്ടുണ്ട്. എന്റെ ഫോട്ടോസൊക്കെ അയച്ചിട്ടുണ്ട്. ഇപ്പൊ എന്ന് പറഞ്ഞാല് ഏഷ്യാനെറ്റ് ഏതൊരു ചാനല് അപ്രൂവ് ചെയ്യണം, എന്നാലേ ക്യാരക്ടർ വേഷങ്ങൾ നല്ലത് കിട്ടുള്ളൂ. അപ്പൊ എന്റെ ഫോട്ടോസ് അയച്ചു കൊടുത്തപ്പോൾ അവർക്ക് ഇഷ്ടമായിട്ടുണ്ട്. ഭാഗ്യം ഉണ്ടെങ്കിൽ അത് ഫുള്ള് അത് ചെയ്യാനുള്ള ഒരു യോഗം കൂടി ഉണ്ടാവും. സീരിയലാണോ അതോ പുതിയ സീരിയലാണ്, പൈലറ്റ് ഷൂട്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ ക്യാരക്ടർ ഇതാണെന്ന് പറഞ്ഞു. ഒരു 7 വയസ്സുള്ള ഒരാളുടെ പറഞ്ഞു. എനിക്ക് 67 ഉണ്ട്. ഞാൻ പറയാം. അപ്പൊ അത് കിട്ടട്ടെ, പ്രാർത്ഥിക്കുന്നു. എന്തായാലും കിട്ടട്ടെ, എന്തായാലും കിട്ടും. ചേട്ടൻ ഈ കലാരംഗത്ത് വന്നിട്ട്
എന്തെങ്കിലും രീതിയിലുള്ള അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ടോ? അംഗീകാരങ്ങള് ഇപ്പൊ വന്നതിന് ശേഷമാണ്. ഇപ്പൊ ഇവിടെ 8 കൊല്ലമായി ഇവിടെ ഞാൻ സെറ്റിലായിട്ട്. അപ്പൊ അതിനുശേഷം അംഗീകാരങ്ങൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാ? നമ്മുടെ സ്വന്തം നാട്ടിൽ നിന്നുള്ള അംഗീകാരം? സ്വന്തം നാട്ടിൽ നിന്നുള്ളതാണ്. പിന്നെ ട്രിവാൻഡ്രത്ത് ഞാൻ ഷൂട്ടിങ്ങിന് പോകാറുണ്ട്. അവിടെ അപ്പോൾ ചില പരിചയങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അവര് എന്നെ വിളിച്ച് അങ്ങനെ ഒരു മൊമെന്റോ അങ്ങനെ ഒക്കെ കിട്ടിയിട്ടൊക്കെ ഉണ്ട്. അല്ല, പലർക്കും ഉള്ളൊരു വിഷമമാണ് സ്വന്തം നാടിന്റെ ഒരു അംഗീകാരം കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇല്ല, എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു ആദരവ് അത് ആരും ആഗ്രഹിക്കുന്നതാണല്ലോ സ്വന്തം നാടിന്റെ. അതാണ് സാധാരണ എല്ലാവരും പറയും ഇങ്ങനെ ഓസ്കാർ അവാർഡിനായാലും വലുതാണ് നമുക്ക്. അത് 100% എനിക്ക് ഇത് തന്നെയാണ്. നമുക്ക് കിട്ടുന്ന ഒരു നാടിന്റെ അംഗീകാരം എന്ന് പറഞ്ഞാൽ ഒരുപാട് കിട്ടിയിട്ടൊക്കെ ഉണ്ട്. വേണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയ എന്തെങ്കിലും ആഗ്രഹം? നടക്കാതെ പോയത് 2 കാര്യമുണ്ട്. അതെന്താണ് പറഞ്ഞു കഴിഞ്ഞാല് ഡാൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ശരി. അപ്പൊ അത് ഞാൻ അബുദാബിയില് മലയാളി സമാജത്തില് ഒരു ഗീത ടീച്ചർ ഉണ്ടായിരുന്നു. അവരുടെ ശിക്ഷണത്തിൽ കുറച്ചാള് പഠിച്ചിരുന്നു. പിന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ജോലി വേറെ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ഒക്കെ ആയപ്പോൾ അതിന് പറ്റിയില്ല. അപ്പൊ അത് പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ പിന്നെ ഞാൻ വേറെ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആയപ്പോൾ അവിടെയും ശ്രമിച്ചു നോക്കിയപ്പോൾ ഒരു ടീച്ചറെ കിട്ടി. കുറച്ച് നാള് പോയി, പക്ഷെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അതിപ്പോഴും മനസ്സിൽ ഭയങ്കര ഒരു ഡാൻസ് അടങ്ങാത്ത ഇതുമാതിരി കിടക്കുകയാണ്. പിന്നെ തബല എനിക്ക് വലിയ ഇഷ്ടമാണ്. അത് ഈ കൊറോണ ടൈമിലൊക്കെ ഞാൻ കുറെ ശ്രമിച്ചു. അന്നൊന്നും പിന്നെ നമുക്കറിയാലോ, പുറത്ത് പോകാനും പറ്റുന്നില്ല. ഇവിടെ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചു. അത് കിട്ടാതെ വന്നപ്പോൾ ഇപ്പോഴും നോക്കിയപ്പോൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്കെന്ന് വെച്ചാൽ ഇപ്പൊ കുറച്ച് അവസരങ്ങൾ കൂടി വന്നിരിക്കുകയാണ് സിനിമ ശരിയാണ്. അപ്പൊ അതുകൊണ്ട് അത് നടക്കുന്നില്ല. പക്ഷെ എന്തായാലും ഞാൻ കംപ്ലീറ്റ് ചെയ്യും. വിശ്വാസം എല്ലാത്തിനും പുറകിലുണ്ട്, ഒരു ആത്മവിശ്വാസം. നടക്കട്ടെ. ഏതൊക്കെ സിനിമയിലാണ് പറഞ്ഞു വെച്ചിട്ടുണ്ടെന്ന് പറയുന്നത്? ഇല്ല, അതിന്റെ പേര് പബ്ലിഷ് ചെയ്തിട്ടില്ല. ഇപ്പൊ മിനിയാന്നൊരു സിനിമ ഉണ്ടായിരുന്നു. അപ്പൊ അവര് അതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോയിരുന്നു. പേര് അവര് പബ്ലിഷ് ചെയ്തിട്ടില്ല. അപ്പൊ അത് പല കാര്യങ്ങൾ കൊണ്ട് മാറും. അതാണ്. പിന്നെ സമറയാൻ അങ്ങനത്തെ ഒരു സിനിമ. പിന്നെ 2-3 ഉണ്ട്. പാണ്ഡ്യൻ, പി ചന്ദ്രകുമാർ, പഴയ ഡയറക്ടർ ഉണ്ടല്ലോ, അദ്ദേഹമൊക്കെ ഡയറക്ട് ചെയ്യുന്നത്. അതൊക്കെ എന്താ പറയാ, വലിയൊരു അനുഭവം തന്നെയാണത്. അവര് അല്ല, അന്നൊക്കെ എൻ്റെ ചെറുപ്പകാലത്തിലൊക്കെ സത്യത്തില് അവരൊക്കെ സിനിമകൾ കണ്ട് എന്താ പറയാ, ട്രൗസറിട്ട് നടക്കുന്ന കാലം എന്നൊക്കെ പറയില്ലേ, അതിന് നമ്മൾ ക്ലാപ്പ് ചെയ്തിരുന്നാണ്. ആ ആളെ കൂടെ നമുക്കൊന്ന് അവരുടെ ഡയറക്ഷനിൽ ചെയ്യുന്നതെന്ന് പറയുമ്പോഴില്ലേ, വലിയൊരു ഭാഗ്യം തന്നെയാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കടുവയിലെ ജനാർദ്ദൻ സാറിന്റെ കൂടെ കോമ്പിനേഷൻ സീൻ ചെയ്തെന്നൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ എന്താ റിലീസായില്ല. പക്ഷെ അല്ല, നമ്മൾ ചെയ്യാനുള്ള ചെയ്തു അവരെ കൂടെ. നമുക്ക് അതൊക്കെ എന്നെ സംബന്ധിച്ച് നമുക്ക് ഈ ഫീൽഡിനുള്ള അമിതമായിട്ടുള്ളത് കൊണ്ട് നമുക്കത് വലിയൊരു കാര്യം തന്നെയാണ്. ഈ സ്കൂളിൽ നിൽക്കുന്ന സമയത്തും, അതായത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും നാടകത്തിനോടായിരുന്നു ഏറ്റവും കൂടുതൽ താല്പര്യം? അന്ന് നാടകത്തിന് താല്പര്യം. കാരണം ചെറുപ്പത്തിലെ തൊട്ട് നാടകം തുടങ്ങിയല്ല. അപ്പൊ അതുകൊണ്ട് നാടകമായിരുന്നു. അന്നും പിന്നെ സീരിയലൊന്നും ഇല്ലില്ല. പിന്നെ നമ്മുടെ പ്രായം അത്രയും കൂടെ ആയിട്ടില്ല. ഇല്ലില്ല, അതൊന്നുമില്ല. ഇല്ലില്ല, വേറെ ഒന്നുമില്ല. ഇത് മാത്രമേ ഉള്ളൂ, അഭിനയം മാത്രം. അതാണ്. വീട്ടിൽ നിന്ന് അച്ഛനൊക്കെ ഭയങ്കര എതിർപ്പായിരുന്നു. ഇങ്ങനെ അന്നത്തെ കാലഘട്ടത്തിലൊക്കെ നാടകത്തിന് പോകാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് വലിയൊരു വിഷയം തന്നെയാണല്ലോ. വീട്ടിൽ നിന്ന് ആരും സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. ഇല്ല, പിന്നെ ഇതിലേക്കെന്ന് വെച്ചാൽ എന്റെ കസിൻ എപ്പോഴും ഞാൻ എപ്പോഴും എടുത്ത് പറയുന്നത് ലിഷോയ് തന്നെയാണ്. അവനൊക്കെ ഇതിൽ കൂടുതൽ ആക്റ്റീവാണ്. അപ്പൊ ഞാനും അവനും ഞങ്ങള് ഒരേ ഏജാണ്. അപ്പൊ ഒരു തോണിയിൽ ഞങ്ങൾ ഒരുമിച്ച് പോകണമെന്ന് പറഞ്ഞ പോലെ തന്നെ പോയിക്കൊണ്ടിരുന്നത്. അതെ, തീർച്ചയായിട്ടും അതെ. പിന്നെ അതിലൂടെ ഈ കരിമ്പറമ്പ് വിജയന്റെ നാടകവും ഈ അമേച്ചർ ട്രൂപ്പും എല്ലാം കൂടി അവിയല് പരുവത്തിലായി അങ്ങനെ പൊങ്ങിപ്പോയതാണ്. പിന്നീട് അവർക്ക് ഈ CL ജോസിന്റെ നാടകം സൂര്യാഘാതം ഇവിടെ അമ്പലപ്പറമ്പിൽ കുറെ, ഞാൻ പറഞ്ഞില്ല, അന്നത്തെ ഒരു ഏജും അതിനപ്പുറം 68-70 വയസ്സുള്ള ആളെ ഒരു ക്യാരക്ടറിന് ഞാനെടുത്ത് കൗപീനെ അണിഞ്ഞിട്ടുള്ളൊരു ഇതായിരുന്നു. അപ്പൊ അതൊക്കെ ചെയ്തപ്പോ അവർക്ക് വലിയതായി. അപ്പൊ പിന്നെ എന്റെ ഇളയമ്മയൊക്കെ മരിച്ചുപോയി. അപ്പൊ ആ ഇളയമ്മ, അയ്യോ എന്റെ ചേച്ചിയുടെ മോനെന്ന് ഭയങ്കര അഹങ്കാരത്തോടുകൂടി പറഞ്ഞിരുന്നു. അത് ഒരു വയസ്സൻ ക്യാരക്ടർ തന്നെ, പടുകളവൻ അന്നത്തെ ഒരു ഇതില്. ഇല്ലില്ല, സീരിയസ് ക്യാരക്ടർ തന്നെ. അപ്പൊ അങ്ങനത്തെ ഒരു ഇതിലൂടെ പിന്നെ എല്ലാവരും അറിഞ്ഞു. പിന്നെ അച്ഛൻ വേഷങ്ങൾ, പള്ളിയിലെ അച്ഛൻ വേഷം. അപ്പൊ മാഷ്മാരൊക്കെ എന്നെ മോൻ നന്നാവും. സത്യത്തിൽ ഇന്നിപ്പോ എനിക്ക് പറയുമ്പോ ഒരു ഭയങ്കര വിഷമമുണ്ട്. ചില രാമൻകുട്ടി മാഷ് കരുവത്തിയില്. അപ്പൊ ഞാൻ ഇപ്പൊ നന്നായി എന്നുള്ള ഇതുവരെ എത്തി
നമുക്കറിയാം ഇപ്പോൾ സീരിയലിൽ സിനിമകളിലൊക്കെ പോകുമ്പോൾ എനിക്ക് മുമ്പ് പോയ കുറെ 15 വർഷം നിന്നിട്ട് പോലും ഒരു ഡയലോഗ് കിട്ടാണ്ടുള്ള ആൾക്കാരുണ്ട്. എന്നിട്ട് എന്നോട് 8 വർഷം ആയിട്ട് ഉള്ള ഒരു ചേട്ടൻ എങ്ങനെ കിട്ടി? ഞാൻ പറഞ്ഞു ശ്രമിക്കണത് ആരും വീട്ടിൽ കൊണ്ടു തരില്ല. അങ്ങനെ ഞാൻ അവരോട് ഞാൻ എൻ്റെ ഈ എക്സ്പീരിയൻസ് പറഞ്ഞിട്ട് അവര് ഞാൻ എവിടെ ഉണ്ടെങ്കിലും എല്ലാവരും സഹായിക്കും. എന്നോടത്തുണ്ടെന്ന് പറഞ്ഞിട്ട് കുറെ ലേഡീസും ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കും. പലരും പൈസ അങ്ങോട്ട് കൊടുത്തിട്ട് ചെയ്യുന്നു. അന്നേരം എത്രയോ ഫാമിലികളെന്നറിയാം ഹസ്ബൻഡ് അറിയാണ്ടൊക്കെ ചെയ്തിട്ട് ആകെ അവതാളത്തിലായി. അപ്പൊ അങ്ങനെ ഞാൻ എങ്ങനെ എത്രയും ബുദ്ധിമുട്ടണോ 10 മടങ്ങ് അവർക്കും ഞാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് താങ്ക് ഗോഡ്, അത്രേ ഉള്ളൂ. എനിക്ക് അതിന്റെ അയ്യോ ഇതില് രക്ഷപ്പെടാന്ന് വെച്ചാൽ ഒരു തലവര തന്നെ. ഏതൊരു കാര്യമായാലും ഇതൊന്നല്ല, കലാന്നല്ല, ഏതൊരു കാര്യം ആ ഒരു തലവിധി ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു ശ്രമമാണ് അതിൽ എല്ലാത്തിൻ്റെ ഒരു കാര്യം. അതാണ്. ആരും ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അല്ല, അവർക്കൊക്കെ ഒരു പരിമിതികളുണ്ട്. വാങ്ങിച്ചു തരാനോ റെക്കമെൻഡ് ചെയ്യാനോ ഒക്കെ ആയിട്ട്. ഇന്ന് എൻ്റെ ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് ഇപ്പൊ എനിക്ക് 5 സിനിമ കിട്ടിയിട്ടുണ്ട്. 5 പുതിയതിന് ഇപ്പൊ മീൻസ് ഷൂട്ട് തുടങ്ങിയിട്ടില്ല, ഒക്കെത്തിലും കമ്മിറ്റഡ് ആയിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് എന്താ വെച്ചാൽ ക്ലാഷ് ആവുന്ന കാര്യങ്ങള്. അപ്പൊ അത് ഏതില് പോണ എന്താണ്, പിന്നെ ഇത് ചെയ്തു എന്നുള്ള ഒരു ഇതല്ല. അത് പുറത്തിറങ്ങുമ്പോ നമ്മളുണ്ടാവുമോ? കാരണം സിനിമ എന്നൊക്കെ പറഞ്ഞ വലിയൊരു ഇതാണല്ലോ. കുടുംബത്തില് ഞാൻ എൻ്റെ ഫാമിലി എന്ന് പറയുന്ന മകള് കല്യാണം കഴിഞ്ഞ് ദുബായിലാണ്. അവളിലും ഒരു കലാകാരി ഒളിഞ്ഞെടുക്കുന്നുണ്ട്. അത് കോളേജിലൊക്കെ പഠിക്കുമ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത്. പല പ്രോഗ്രാമിനൊക്കെ അവൾ വന്നിട്ട് ഏകാഭിനയൊക്കെ ചെയ്തിട്ട് അപ്പോഴാണ് നമുക്ക് ഇത് അച്ഛൻ്റെ ഒരു കഴിവ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം. പിന്നെ മകനിപ്പോൾ ഖത്തറിലാണ്. അവനും ഇതൊന്നുമില്ലാതെ ഇരിക്കുകയാണ് എന്നാണ് ഞങ്ങൾ കരുതിയിരുന്നത്. പക്ഷേ എൻ്റെ ഒരു കസിൻ ജ്യോതി ടീച്ചറുടെ ഒരു ഷോർട്ട് മൂവിയിൽ അവൻ ചെയ്തു. സോറി, എനിക്ക് അതിന്റെ പേര് കറക്റ്റ് ഓർമ്മയില്ല. പക്ഷെ അതിൽ അവൻ ചെയ്ത ഒരു പെർഫോമൻസ് കണ്ടപ്പോഴും ഞാൻ മനസ്സിലായി ഇങ്ങനൊരു സാധനം ഇവന്റെ മനസ്സിൽ കിടക്കുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ ആ 2 ആൾക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ വൈഫ് ഹൗസ് വൈഫ് വീട്ടിലിരിക്കുക, ചെടികളും കാര്യങ്ങളൊക്കെ നോക്കുക, അങ്ങനത്തെ ഒരു ഇതാണ്. അതെ, ഈ ചെടികൾ കംപ്ലീറ്റ് മൂപ്പരെയാണ്. പിന്നെ എൻ്റെ മകൻ കല്യാണം കഴിക്കാൻ പോവുകയാണ്. അവളും ഒരു കലാകാരിയാണ്. ആള് പാട്ട്, നാടകം, മ്യൂസിക്, മറ്റേ എല്ലാ കാര്യങ്ങളിലും ഭയങ്കര ആക്റ്റീവാണ്. നല്ല ഇതാണ് അത്. അപ്പൊ ഒരു കലാകുടുംബത്തിലേക്ക്. അതെ, ഇതാണ് ഞങ്ങളുടെ ബക്കാടി അല്ലേ? ഒന്ന് പരിചയപ്പെട്. ഇത് രാഗിണി മാം. ഹായ് പറയൂ കൂട്ടാ. ബക്കാടി എന്ത് സൈലന്റ് എന്ത് എന്ത് ഓ എന്ത് വേണം? ബക്കാടിക്ക് എന്ത് വേണം? വാ വാ. അവനെന്തൊക്കെയോ കാര്യങ്ങൾ പറയാം. ചേട്ടന് കലയല്ലാതെ മറ്റെന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ട്? കലയല്ലാതെ മാർഷൽ ആർട്സ്, കരാട്ട പഠിച്ചിട്ടുണ്ട്. അത് ഞാനൊരു 9ാം ക്ലാസ് മുതൽ സ്റ്റാർട്ട് ചെയ്തതാണ്. അന്ന് പഠിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരൻ അബ്ദുൾ റഷീദ് എന്ന് പറഞ്ഞ ആള്, ഇന്ന് അദ്ദേഹം അബുദാബിയിൽ ഇന്ത്യയിലെ ചീഫാണ്. അപ്പൊ ആളുടെ കൂടെ പഠിച്ചു കംപ്ലീറ്റ് ബ്ലാക്ക് ബെൽറ്റ് തേർഡിലാണ്. പിന്നെ ഞാൻ ഗൾഫിൽ പോയിട്ട് കുറെ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു എനിക്ക്, സ്കൂളുകളിലൊക്കെ പഠിപ്പിച്ചു. പിന്നെ അവിടെ മിനിസ്ട്രി ലെവലില് ഫാമിലി കുട്ടികളെ എല്ലാവരും പഠിപ്പിച്ചു. പിന്നെ അതിൻ്റെ ഇടയിലൊന്ന് പിന്നെ ഈ കലയും കൂടി കയറി വന്നപ്പോൾ ഞാൻ പിന്നെ എല്ലാം കൂടി കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുന്നില്ല. ഇവിടെ വന്നിട്ട് ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ട് ക്ലാസ് കിട്ടൂടെ. പക്ഷെ അത് ഇനിയിപ്പോ നമുക്കത് ശരിയാവില്ല. എങ്കിലിപ്പോ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്നലെ ഇപ്പൊ ഞാനൊരു സിനിമയുടെ കാര്യത്തിന് വേണ്ടി കോട്ടയത്ത് പോയിരുന്നു. അതിലും നമുക്ക് ഈ കല ഉള്ളത് കൊണ്ട് എനിക്ക് അതിൽ ചാൻസ് കിട്ടിയിട്ടുണ്ട്. കല മീൻസ് മാർഷൽ ആർട്സ് ഉള്ളവർക്ക് മുൻഗണന എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അതിൽ ത്രൂ ഔട്ട് ഒരു വേഷം കിട്ടിയിരിക്കുകയാണ്. അടുത്ത 15-ാം തീയതി തൊട്ടാണ് ഷൂട്ട് പാലക്കാട്. സംവിധാനം ചെയ്യണത് അത് റിയാസ് എന്ന് പറഞ്ഞൊരു പുതിയ ആളുണ്ട്. അപ്പൊ അതിപ്പോ നമുക്ക് അന്ന് പഠിച്ച ഒരു ഇത് ഗുണം ചെയ്യുന്നു. അതൊരു വലിയൊരു സന്തോഷം തന്നെയാണ്. ഇനിയപ്പോ എന്താണ് നമുക്കൊരു സ്വപ്നം ഉണ്ടാവുമല്ലോ, നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറഞ്ഞാൽ അത് എന്താണ്? സ്വപ്നം ഇപ്പൊ ഈ ലക്ഷ്യം ഇത് തന്നെയുള്ളൂ. ചെറുപ്പം തൊട്ട് ഇതിലെന്തെങ്കിലുമൊക്കെ ആവണമെന്നും അങ്ങനെയുള്ള ഒരു ബേസ് ഉണ്ട് ഈ അഭിനയ കാര്യത്തില്.
അപ്പൊ അതിനുവേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും ഒന്ന് ആവണം, ഒരു അടയാളം, ഒരു സൈൻ ഇവിടെ ഇട്ട് പോകണം എന്നുള്ളൊരു വലിയൊരു ആഗ്രഹമുണ്ട്.